ആന കേരളത്തിലെ ഉത്സവപൂരങ്ങൾക്ക് മുൻഗണനയുള്ളതും ഉയരവും തലയെടുപ്പുള്ളതും ഏറ്റവും കൂടുതൽ പരിപാടിയെടുക്കുന്നതും ആരാധകർ ഏറെയുള്ളതും എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ള ആനകളുടെ ലിസ്റ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള 10 ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പത്താം സ്ഥാനത്ത് പാറന്നൂർ നന്ദൻ. ശാന്തതയുടെ ആനരൂപമാണ് നന്ദൻ. സീസൺ മുഴുവൻ പരിപാടിയെടുക്കുന്ന ഒരു കൊമ്പനാണ് പാറന്നൂർ നന്ദൻ. ഒന്ന് കണ്ടാൽ കണ്ണെടുക്കാതെ ആരും നോക്കി നിന്ന് പോകുന്ന ഒരു ഗജപിറവിയാണിത്. അളവിലും അഴകിലും മാത്രമല്ല സ്വഭാവം കൊണ്ടും ഇവൻ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. ഉത്സവ പറമ്പുകളിലെ മിന്നും താരമാണിവൻ. ഒമ്പതാം സ്ഥാനത്ത് പുതുപ്പള്ളി സാധു. കേരളത്തിലെ ഉത്സവ സീസണുകളിൽ ഏറ്റവും തിരക്കുള്ള ആനകളിൽ ഒരുവൻ. കേരളമുടനീളം നായകനും ഉപനായകനും തിടമ്പാനയുമായി ഒരു സീസൺ മുഴുവൻ പരിപാടിയെടുക്കുന്ന ഗജവീരൻ. കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും സാധു നിറസാന്നിധ്യമാണ്. കൂട്ടുകൊമ്പ് ഒരു അവലക്ഷണമല്ല എന്ന് തന്റെ പ്രൗഢി കൊണ്ട് തെളിയിച്ചവനാണ് ഈ ഗജവീരൻ. എട്ടാം സ്ഥാനത്ത് ഗുരുവായൂർ നന്ദൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശരീരഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ. ഇന്ന് ഉത്സവങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള ആനകളിൽ മുൻപന്തിയിലാണ് നന്ദൻ. ഗുരുവായൂരപ്പന്റെ തിടമ്പെടുത്താണ് നന്ദൻ തന്റെ ഉത്സവങ്ങളിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കുന്നത്. തൃശൂർ പൂരത്തിനടക്കം ഒഴിച്ചുകൂടാനാവാത്ത നിറസാന്നിധ്യമാണ് ഗുരുവായൂർ നന്ദൻ. നിരവധി തവണ രാത്രി പൂരത്തിന് തിടമ്പെടുത്ത നന്ദൻ പാർമേക്കാവിൽ അമ്മയുടെ പൊൻതിടമ്പുമായി തെക്കോട്ടിറക്കത്തിലും സൂര്യ തേജസ്സായിട്ടുണ്ട്. ഏഴാം സ്ഥാനത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. കേരളത്തിൽ ഇത്രയും നല്ല എഴുന്നള്ളിപ്പിച്ചിട്ടയുള്ള ആന വേറെ ഉണ്ടോ എന്നത് സംശയം തന്നെയാണ്. തൃശൂർ പൂരത്തിലെ തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരനായകനാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ആറാം സ്ഥാനത്ത് ചിറക്കൽ കാളിദാസൻ. കാളിദാസനെ അറിയാത്ത ആനപ്രേമികൾ ആരും തന്നെ ഉണ്ടാവില്ല. അവന്റെ പ്രൗഢഗംഭീരമായ വരവും നിലവോടുകൂടിയുള്ള ആ നിൽപ്പും കണ്ടാൽ ആരും മതിമറന്നു നോക്കി നിന്നു പോകും. കേരളത്തിലെ നിലവിലെ ഉയരക്കേമന്മാരിൽ ഒന്നാമനാണ് കാളിദാസൻ. കർണാടകയുടെ ആനച്ചന്തമാണ് കാളിദാസൻ. എവിടെയും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവന്റെ നിൽപ്പും പ്രൗഢിയും കൊണ്ട് നാൾക്കുനാൾ ഇവന്റെ പേരും പെരുമയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലോക സിനിമകളിൽ ഇടം പിടിച്ച ബാഹുബലിയിൽ കാളിദാസൻ ഒരു ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് പുതുപ്പള്ളി കേശവൻ. ഉടൽ നീളവും അഴകും ശരീരഭാരവും എല്ലാം കൂടി നോക്കിയാൽ പുതുപ്പള്ളി കേശവനെ വെല്ലാൻ ആന കേരളത്തിൽ ആരും തന്നെയില്ല എന്ന് വേണം പറയാൻ. ഗജഭീമൻ എന്നും ആനപ്രേമികൾ ഇവനെ വാഴ്ത്തിപ്പാടാറുണ്ട്. ജന്മം കൊണ്ട് ആസാമിയായ ഇവൻ പൂരങ്ങളിലെ നിറസാന്നിധ്യമാണ്. ആറാട്ടുപുഴ പൂരം, ഉത്രാളിക്കാവ് പൂരം എന്നിവിടങ്ങളിൽ മിന്നും താരമാണ് കേശവൻ. നാലാം സ്ഥാനത്ത് മംഗലാംകുന്ന് അയ്യപ്പൻ. നാടൻ ആനകളെ വെല്ലുന്ന മറുനാടൻ ചന്തമാണ് സാക്ഷാൽ മംഗലാംകുന്ന് അയ്യപ്പൻ. ഏതു സദസ്സിലും ആരോടും തലകുനിക്കാത്ത തന്റേടിയാണ് അയ്യപ്പൻ. ഏറ്റവും ലക്ഷണമൊത്ത ആനകളുടെ പട്ടികയിൽ ആദ്യ 5-ൽ തന്നെ അയ്യപ്പൻ സ്ഥാനം പിടിക്കും. ഇന്നിപ്പോൾ ആന കേരളത്തിലെ തിരക്കുള്ള ആനകളിൽ അയ്യപ്പൻ ഏറ്റവും മുമ്പിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഏക്കൻ ലഭിച്ച ആന എന്ന റെക്കോർഡും അയ്യപ്പന് സ്വന്തമാണ്. മൂന്നാം സ്ഥാനത്ത് തൃക്കടവൂർ ശിവരാജു. തിരുവിതാംകൂറിന്റെ അഭിമാനമാണ് ഈ ഗജവീരൻ. തെക്കിന്റെ തേവർ എന്നാണ് ആനപ്രേമികൾ ശിവരാജുവിനെ വിളിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയാണ് ശിവരാജു. ഉയരപ്പട്ടികയിൽ 3ാമതാണ് ശിവരാജുവിന്റെ സ്ഥാനം. വടക്കൻ നാട്ടിൽ ചിട്ടയായ പൂരങ്ങൾക്ക് എത്തുന്ന ശിവരാജു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. ഗജരാജ മന്നാടിയാർ സാക്ഷാൽ തൃക്കടവൂർ ശിവരാജു. രണ്ടാം സ്ഥാനത്ത് പാമ്പാടി രാജൻ. ആനക്കേരളത്തിലെ രാജാതിരാജനാണ് പാമ്പാടി രാജൻ. ഇന്ന് രാജനില്ലാത്ത പൂരങ്ങൾ വളരെ വിരളമാണ്. അങ്ങോളം ഇങ്ങോളമുള്ള 150-ൽ പരം പൂരങ്ങളിലാണ് പാമ്പാടി രാജൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമാണ് രാജനെ വേറിട്ട് നിർത്തുന്നത്. അഴകിന്റെ ആനരൂപമാണ് പാമ്പാടി രാജൻ. ഒന്നാം സ്ഥാനത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആന കേരളത്തിലെ രാജാവ്. കേരളത്തിൽ ഏകഛത്രാധിപതി പട്ടമുള്ള ഏക ആന. അന്നും ഇന്നും ആനപ്രേമികളുടെ ഹരമായി മാറിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതെ, ആന കേരളത്തിന്റെ വല്യാന. അഴകും അളവും നിലവും ഒത്തുചേർന്ന ആനരൂപം. ഈ 2023-ലും ഏറ്റവും ഡിമാൻഡുള്ള ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ.